ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് അജ്മീർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതാ അജ്മീർ റെയിൽവേ സ്റ്റേഷൻ. സാധാരണ എല്ലാവരും ജയ്പൂരൊക്കെ പോയിട്ടാണ് ഇറങ്ങല്. അജ്മീർക്ക് രാജസ്ഥാൻ പോകാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളവിടുന്ന് ട്രെയിന് അജ്മീർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കയറിയത്. അങ്ങനെ മിഞ്ഞാന്ന് രാത്രി 10 മണിക്കാണ് ഞാൻ ട്രെയിൻ കയറിയത്. ഞാൻ അതിൽ 2:30ക്ക് എത്തുമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ 2:30ക്ക് എത്തുമെന്ന് വിചാരിച്ചു. പിന്നെ ട്രെയിനിൽ കയറിയതിൻ്റെ ശേഷമാണ് അറിഞ്ഞത് ഇന്ന് 2:30ക്ക് എത്തുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1.25 ദിവസം ഫുള്ള് ട്രെയിനിലേന്. നല്ല ക്ഷീണമുണ്ട്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ബംഗാളികളൊപ്പം ഇരുന്നാണ്ട് ഒരുമാതിരി ബംഗാളി കോലായാണ്. അപ്പം ഇനി ഫസ്റ്റ് എനിക്ക് നല്ലൊന്ന് ഫുഡ് കഴിക്കണം. ഒന്നും തിന്നിയില്ല. കുറച്ച് ബിസ്ക്കറ്റ് മാത്രമാണ് ഞാൻ തിന്നത്. അപ്പം ഇനി നല്ലൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു നല്ല റൂമെടുത്ത് ഫ്രഷായി കുളിച്ച് മാറ്റി തിരുമ്പി നിസ്കരിച്ച് എന്നിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡും ഇല്ല. പിന്നെ വെറുതെ അപ്പോൾ ഇനി അടുത്ത ഞാൻ ഒരു നല്ലൊരു റൂം കണ്ടെത്തണം. നല്ലൊരു ഗോർമെട്രി നോക്കട്ടെ, അതാണ് നല്ലത്. കാരണം 150 റുപ്യൊക്കെ 200 റുപ്യൊക്കെ ഗോർമെട്രി കിട്ടുമെന്ന് പറഞ്ഞാണ് ഇവിടെ തിരക്കൻ്റെ എടുത്തോ അങ്ങനെയൊക്കെ ആയിട്ട്. റൂമിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ചെറിയായിരുന്നു. കാരണം ഇവിടുത്തെ ഈ ഓട്ടോൻ്റെ കോലം കണ്ടിട്ട് ഇത് ഫസ്റ്റ് മുമ്പാകം കാണുമ്പോൾ M80 ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ബാക്കൊക്കെ കാണുമ്പോഴാണ് ഓട്ടോറിക്ഷ എന്ന് അറിയുള്ളൂ. ഇത് ഒരുമാതിരി നായിയാണോ വെച്ചാൽ നായിയല്ല, എന്നാൽ കുരങ്ങനാണോ വെച്ചാൽ കുരങ്ങനല്ല, അങ്ങനത്തെ ഒരു സാധനം. ഞാൻ ഇന്നലെ നല്ലൊരു ഗോർമെട്രി റൂം എടുത്ത് 200 റുപ്യക്ക് നല്ല റൂം എടുത്ത് ഫ്രഷായി കുളിച്ച് മാറ്റി നല്ലോണം ഉറങ്ങി നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ടൈം ഏകദേശം ഒരു 9 മണിയായിണ്. അപ്പോൾ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ അജ്മീർക്ക് പോകാനാണ് പ്ലാന്. എന്നിട്ട് അജ്മീർ പോയിട്ട് നേരെ റൂമിൽ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ട്. കഴിച്ച് ബാഗായിട്ട് പോകണ്ട വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് അജ്മീർക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ അജ്മീർക്ക് പോവാണ്. 1 കിലോമീറ്റർ നടക്കാണ്ട്. ഈ ഓട്ടോക്ക് പോവുകയാണെങ്കിൽ 50 രൂപ കൊടുക്കണം. വേണ്ട നടക്കുക. കാരണം ഒക്കെ ഇങ്ങനെ കണ്ട് രസമായിട്ട് നടക്കാൻ വിചാരിച്ചു. ओके मेरा भी यूट्यूब पे है, मेरा भी यूट्यूब पे यूट्यूब है। हाँ। ओ डेकोरेशन वाले का नाम यूट्यूब का नाम क्या है? डेकोरेशन वाला ओ डेकोरेशन वाला। डेकोरेशन वाला मैं अपलोड करूँगा। ओके ओके क्या बना रहे वीडियो? हाँ वीडिയോ. ഇവിടെ കുറേ ആൾക്കാർ അജ്മീർക്ക് വരുമ്പോൾ തന്നെ തലപ്പാവ് ഇങ്ങനെ ഇട്ടാണ്ട് നടക്കുന്നുണ്ട്. തലയിൽ കൂടെ വെറുതെ സാധാ ഡ്രസ്സിൻ്റെ മേലെ. അപ്പം ഞാനും ഒരു തലപ്പാവ് വാങ്ങാൻ വിചാരിച്ചു. ഒരു ഷോപ്പ് കയറിയിട്ട് ഒരു ചോപ്പ് തലപ്പാവ് ഞാൻ വാങ്ങി. അങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ നടന്നപ്പോൾ ഞാൻ അജ്മീറിൻ്റെ മെയിൻ കവാടത്തിൻ്റെ മുമ്പിലെത്തി. മെയിൻ കവാടത്തിൻ്റെ മുമ്പിൽ ഭയങ്കര തിരക്കാണ്. ഒരുപാട് കച്ചവടക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരെ സൈക്കിൾ മേലെ അവിടെ ആക്കി കൊടുക്കണമല്ലോ, ഓട്ടോറിക്ഷ മേലെ ആക്കി കൊടുക്കണമല്ലോ, പലതരത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവരുണ്ട്. ചെറിയൊരു ജീവിത മാർഗമായിട്ട്. പിന്നെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മെയിൻ കവാടത്തേക്ക് കയറാൻ പോയി. അവിടെ കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ കയറിയപ്പോൾ ഒരു കണ്ടില്ല തോന്നുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ടാണ് കയറിയത്. ദർഗൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് അയച്ചിട്ട് കയറണം എന്ന് പറഞ്ഞാണ്. കാരണം അവിടെ അതൊരു ബഹുമാനത്തിൻ്റെ സൂചകമായിട്ടാണ് എല്ലാവരും ചെരുപ്പ് അയച്ചിട്ടൊക്കെ കയറുക. പക്ഷെ നമ്മൾ അവിടെയും ഇവിടെ അയച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ചെരുപ്പ് അടിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ടീം അവിടെ ഉണ്ടാവും. എവിടെ ആണെങ്കിലും ഇപ്പോൾ മക്കയിൽ പോയാലും അവിടെ ഉണ്ടാവും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതേമാതിരി പോക്കറ്റ് അടിക്കുക, അതേമാതിരി ഓരോ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് കറക്റ്റ് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചേക്കണ രൂപത്തിൽ വെച്ച് അങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പം കുറേ ആൾക്കാർ പച്ച ഡ്രസ്സ് ഇട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മുഹറം മാസം ടൈമിലാണ് ഞാൻ പോണത്. അപ്പോൾ ഈ മുഹറം മാസം ആയതുകൊണ്ടാണ് അവിടെ ഉള്ളവർ പച്ച ഡ്രസ്സ് ഇടുന്നത്. അങ്ങനെയാണ് അവിടുന്ന് ഒരു ചെങ്ങായിനെ പരിചയപ്പെടുന്നത്. ഓന് ചിസ്തി കുടുംബത്തിലാന്ന് പറഞ്ഞു. ഈ ചിസ്തി കുടുംബത്തിലുള്ള ആൾക്കാർ അവിടെ പറയല് ഹാദിമീങ്ങളാണ്, ദർഗൻ്റെ ഹാദിമീങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. നല്ല അവിടുത്തെ തങ്ങന്മാരെന്ന് പറയാം. തങ്ങന്മാർക്ക് അവിടെ ഇവിടുത്തെ ഹാദിമീങ്ങൾ എന്ന് പറയാം ദർഗൻ്റെ. അങ്ങനെ ഓന് നല്ല കമ്പനിയായി ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചെന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. അങ്ങനെ ഈ ദർഗൻ്റെ ചിസ്തി ഹാജ തങ്ങളെ ഖബർ കാണിച്ചെന്ന്. ഇവിടെ ഈ വലിയ ദർഗ ഞങ്ങളിപ്പോൾ അത്ര നേരം ഇരുന്നത് ഇവിടെയാണ്. കണ്ടാ ഇങ്ങനത്തെ സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ ഇരുന്നത്. ഇവിടെ കാല് നീട്ടിയേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
കാല് നീട്ടി വെച്ചാൽ ഇതേമാതിരിയാണ് ഇരിക്കുമല്ലോ ഇവിടെ. എടാ ഇവിടെ എല്ലാവരും ഓരോരുത്തരും ഇരിക്കും. ബാബ മൊല്ലിം ഓ കാല് നീട്ടി വെച്ചാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റൂല. കാരണം അത് ഇവര് പറയണത് ഡിസ്റെസ്പെക്റ്റ് ആണെന്നാ. ഇവിടെ ബഹുമാനിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കണം. കാലൊക്കെ നമ്മൾ അംഗനവാടിയിലൊക്കെ ഇരിക്കണ മാതിരി ഇരിക്കണം എന്നാ അവര് പറയണത്. ഒരു ഉച്ച നേരമായപ്പോൾ അവിടുന്ന് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ബിരിയാണി ഇങ്ങനെ വിതരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അവിടുന്ന് ഒരു വെല്ലിമ്മനെ കാണുന്നത്. ഈ വെല്ലിമ്മൻ്റെ പെര എവിടെ വെച്ചാൽ ആലപ്പുഴയാണ്. ഈ വെല്ലിമ്മ 3 ദിവസമായി വന്നിട്ട്, പക്ഷേ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടുപോയി. ആരോ നിസ്കരിക്കാൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ ആരോ ഫുള്ള് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നാട്ടിൽ പോകാനുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ അതിലേനല്ലോ. ഒരു ചെറിയ ഫോണും ഉണ്ട്, അതൊക്കെ പോയി എന്നാണ് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഞാൻ അവിടുന്ന് കിട്ടിയ ഈ ചോറ് ഉരുളക്കിഴങ്ങിൻ്റെ ബിരിയാണി പായിച്ചിട്ട് കഴിയും എങ്ങനെയും തിന്നാൻ നോക്കേനി. അപ്പോഴാണെങ്കിൽ ഇത് തിന്നാൻ കഴിയേണ്ട മോനെ. എന്താ അറിയില്ല. അവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉള്ളവർ നല്ല തീറ്റുന്നുണ്ട്. എനിക്കതേമാതിരി തിന്നാൻ കഴിയില്ല. കാരണം നമ്മൾ ചിക്കനും മട്ടനൊക്കെ തിന്ന് ശീലമായിട്ട് അവിടുത്തെ ഒരു മെയിൻ ഭക്ഷണമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയൊക്കെ ചെയ്തതാണ്. ഹലോ, ഞാൻ അജ്മീറിന്ന് ഇവിടുന്ന് ചോറൊക്കെ തിന്ന് അങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു വരേന്. അപ്പോഴാണ് ഒരാളെ കണ്ടത്. പേരെന്താണ്? ഇർഷാദ് എന്നാണ് പേര്. നാടോടെ കേരളത്തില് മലപ്പുറമാണ്. ഇവന് മക്കത്തേക്ക് നടന്നു പോവാണ്. മാഷാ അല്ലാഹ്. അപ്പൊ ഇപ്പൊ ആള് അജ്മീറിലാണുള്ളത്. എത്ര ദിവസമായി അജ്മീറിൽ? എത്ര ദിവസം കൊണ്ട് എത്തിയേ? 2 മാസം. 2 മാസം കൊണ്ട് നടന്ന് ഇപ്പൊ ഇവിടെ എത്തിയാണ്. ഇനി ആള് മക്കത്തേക്ക് പോവാണ്. അപ്പൊ വീഡിയോ അങ്ങനെ ഒന്നും എടുക്കലൊന്നുമില്ല. നേരെ സാധാ പോലെ നടക്കുകയാണ്. അങ്ങനെ ഓനെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഓരോന്ന് കാണിച്ചു തരാൻ തുടങ്ങി. ഈ സാധനമാണ് ഇവിടെ അജ്മീർ ചെമ്പിൽ വെച്ച് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ വിതരണം ചെയ്യലുണ്ട് ഓരോ ടൈമിലും. നല്ല മധുരമുള്ളൊരു സാധനമാണ്. അങ്ങനെ എന്നോട് അജ്മീർ ചെമ്പ് കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അജ്മീർ ചെമ്പ് കാണാൻ പോയി. ഇവന് മക്കയ്ക്ക് നടക്കണതിൻ്റെ ഇടയിൽ കേരളത്തിൽ നിന്ന് നടന്നാണ്ട് അജ്മീർക്ക് നടന്ന് 2200 സംതിങ് കിലോമീറ്റർ. അങ്ങനെ അജ്മീറിൽ ഒരു മാസം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് ഇവിടെ വന്നാണ്. അപ്പോൾ ആള് ഫുള്ള് പഠിച്ചാണ് അജ്മീറിന്. അപ്പം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ആ കത്തിക്കണതിൻ്റെ അടിഭാഗമാണ്. ഇനി നമ്മൾ അജ്മീർ ചെമ്പിൻ്റെ മേലേക്ക് കാണാൻ പോവാണ്. അജ്മീർ ചെമ്പ് ഇതാണ് അജ്മീർ ചെമ്പ് മോനെ. എന്താണ് അതിൽ പൈസ അങ്ങോട്ട് ഇട്ടിട്ട് നിറഞ്ഞാണ്. 500-ൻ്റെ ഒരുപാട് നോട്ടുകൾ, മറ്റേ 100-ൻ്റെ ഫുള്ള് പൈസ. ഇതെല്ലാ ദിവസവും ഇതിങ്ങനെ പെറുക്കിയെടുക്കും ഇവര്. ഇതിൽ ഗവൺമെന്റിന് ചെറിയ പങ്കുണ്ട്. പകുതി ഗവൺമെന്റിനാണ് പൈസ പോവുക ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ നോക്കി നടത്തുന്ന ആൾക്കാർ ഓരോ കൊല്ലം കൂടുമ്പോഴും ഇവിടെ ഒരു എലക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആ എലക്ഷനിൽ ആരാണ് ജയിക്കുന്നത്? 3 ടീമാണുള്ളത്. അതിൽ ഏത് ടീമാണ് ജയിക്കുന്നത് ഓലാണ് എലക്ഷനിൽ ജയിച്ചോലാണ് ഇവിടെ നടത്തുക. ഈ അജ്മീറിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തലും അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി നടത്തുക.